എല്ലാവർക്കും നമസ്കാരം. ഞാൻ വള്ളി CK. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. ഒരു യാത്രയുടെ അത് 2009 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. നമ്മുടെ ഷിപ്പ് യാർഡിലെ 2-3 പേർ കൂടി ഉണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ സംഭവിച്ച അപ്രതീക്ഷിതവും അവിസ്മരണീയവുമായ ഈ ഒരു ഓർമ്മയ്ക്ക് മുന്നിൽ എപ്പോഴും തലകുനിക്കട്ടെ. പഞ്ചാബ് എന്ന സംസ്ഥാനത്തിൻ്റെ അതിർത്തി, അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരത മഹാരാജ്യവും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി, വാഗാ ബോർഡർ. ഞങ്ങളുടെ യാത്ര അവസാനിച്ചത് അവിടെയാണ്. വൈകുന്നേരം 4 മണി സമയം. നമ്മുടെ അതിർത്തിയിൽ കെട്ടിയിരിക്കുന്ന ഗാലറിയിൽ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു. പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഗേറ്റും അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാർക്കിരിക്കുന്നതിനുള്ള ഒരു കെട്ടിടവും. ബാക്കിയുള്ള അതിർത്തി രേഖ മുഴുവൻ കമ്പിവേലി കെട്ടിയിരിക്കുന്നു. ഞങ്ങളുടെ സംഘവും ഗാലറിയിൽ ഒരിടത്ത് സ്ഥലം പിടിച്ച് ഇരിപ്പായി. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ നല്ല ആവേശത്തോടെയും സന്തോഷത്തോടെയും എന്തോ ഉച്ചത്തിൽ പറയുന്നു. ഹിന്ദിയിലായതുകൊണ്ട് ഒന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഇതിനു പുറകെ ഗാലറിയിൽ നിന്നും ഏതാനും ചിലർ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ ചെന്ന് 2 വരിയായി നിൽക്കുന്നു. ഉദ്യോഗസ്ഥർ ആദ്യം നിന്ന ആളുടെ കയ്യിൽ നമ്മുടെ ദേശീയ പതാക കൊടുക്കുന്നു. അവർ അതും കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് അതിർത്തിയിലെ ഗേറ്റിലേക്ക് ഓടുന്നു. തിരികെ വന്ന് പതാക അടുത്ത ആൾക്ക് കൈമാറുന്നു. ഹിന്ദിയിൽ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഈ പ്രവൃത്തി തുടരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആഗ്രഹമുള്ളവർക്ക് വന്ന് പതാക കയ്യിലേന്തി ഓടുന്ന പ്രവൃത്തിയിൽ പങ്കുചേരാമെന്ന്. ഇവിടെയാണ് മഹത്തായ കവിവചനം. ഭാരതമെന്ന പേരു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അന്വർത്ഥമാകുന്നത് എന്തെന്നാൽ, ഞാൻ ഉണർന്നു, എൻ്റെ മനസ്സ് ഉണർന്നു. ഞാൻ അടുത്തിരുന്ന ഒരു കൂട്ടുകാരിയുടെ കൈ പിടിച്ച് കുതിച്ചിറങ്ങി, അല്ല ഓടി വരിയിൽ നിൽക്കുന്നവരുടെ പിറകിൽ എത്തി നിന്നു. നിമിഷങ്ങൾക്കകം അതാ വരുന്നു, അല്ല അതാ തരുന്നു കൂറ്റൻ ദേശീയ പതാക എൻ്റെ കൈകളിലേക്ക്. ആ നിമിഷങ്ങളിൽ ഞാനല്ലാതായി. എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ ചുറ്റുപാടിനും ആരുമില്ല. ഞാൻ ഈ ഭൂമിയിലേ അല്ലാതായി. എന്നാലും ഞങ്ങൾ പതാകയും പിടിച്ച് ഓടി ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് ഗേറ്റിലെത്തി തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ വന്നു. പതാക അടുത്ത ആളിന് കൈമാറി. അപ്പോൾ ഞാൻ പോയി, ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത എനിക്ക് ഇത്രയും അഭിമാനമോ സ്വർഗീയ അനുഭൂതിയോ എന്താണെന്ന് നിർവചിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അനുഭവപ്പെട്ടെങ്കിൽ ഒരു സൈനികനായി സേവനം ചെയ്യുന്ന ധീര ജവാന്റെ അന്തരംഗത്തിലെ ചിന്തയെ, അല്ല അനുഭൂതിയെ നമുക്ക് ആർക്കെങ്കിലും വർണ്ണിക്കാൻ കഴിയുമോ? അതുകൊണ്ട് തന്നെ ഒരു സൈനികനും യുദ്ധത്തിൽ മരണമെന്നൊന്നില്ല. അഥവാ വീരമൃത്യു വരിക്കുന്ന അവർ എന്ന് അമർ ജവാൻ തന്നെയാണ്. ഈ വിധം വീരമൃത്യു വരിക്കുന്ന ഓരോ ജവാന്മാർക്ക് വേണ്ടിയും നമ്ര ശിരസ്കരായി നമുക്ക് അനന്തകോടി പ്രണാമം അർപ്പിക്കാം. നിർത്തട്ടെ. ഒന്നും അറിയാത്ത എൻ്റെ ഈ ഒരു ചെറിയ വിവരണത്തെ നിങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുമല്ലോ. ഒരിക്കൽ കൂടി ജയ് ഭാരത് മാതാ കി
ജയ് അമർ ജവാൻ, ജയ് അമർ ജവാൻ. നമസ്കാരം, നന്ദി.